Hi dear students, today we are going to discuss about the new chapter, that is 9th chapter, Environment and Sustainable Development. പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. As we know that economic growth creates so many evils in our society, especially industrialization causes so many problems like pollutions, environmental degradations and overcrowding in cities. നമുക്കറിയാം പരിസ്ഥിതിയിൽ വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയാണ് ദോഷം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന്, പരിസ്ഥിതിയുടെ അപജയത്തിനും, പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സിറ്റികളിൽ ആളുകളുടെ എണ്ണം കൂടുന്നതിനും ഇതിനൊക്കെ കാരണമാകുന്നുണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് എൻവയോൺമെന്റ്? എൻവയോൺമെന്റ് എന്താണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻവയോൺമെന്റ് മീൻസ് ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് റിസോഴ്സസ്, ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് ദാറ്റ് അവർ പ്ലാനറ്റ് ഹാസ്. നമ്മുടെ പ്ലാനറ്റിലുള്ള അതായത് ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സുകളെയും നമുക്ക് എന്തെന്ന് പറയാം, പരിസ്ഥിതിയിൽ കണക്കാക്കാം. അപ്പൊ ഈ environment we can see so many biotic factors and also abiotic factors. Or environment comprises biotic and abiotic factors. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരുപാട് ജീവികൾ, അല്ലെ, ഒരുപാട് കാര്യങ്ങൾ, റിസോഴ്സസുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ എൻവയോൺമെന്റിലുള്ള രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? എൻവയോൺമെന്റ് ഹാസ് ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെ. അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, abiotic factors ഉണ്ട്. What are the biotic factors? Biotic factors means plants, trees, fishes, worms, insects, human beings. These are the biotic factors. ജീവനുള്ളത്, അല്ലെ, മരങ്ങൾ, വൃക്ഷങ്ങൾ, അല്ലെ, മത്സ്യങ്ങൾ, ആനിമൽസ്, ജന്തുക്കൾ, അല്ലെ, ജീവൻ, ഇവരൊക്കെ എന്താണ്? ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവനുള്ളവയാണ്. അപ്പൊ ജീവനുള്ള റിസോഴ്സസിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത് ബയോട്ടിക് ഫാക്ടേഴ്സ്. അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്തത്, എർത്തില് ജീവനില്ലാത്ത വസ്തുക്കൾ, വാട്ടർ, അതുപോലെ തന്നെ എയർ, സാൻഡ്, എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഫോർ ദി അബയോട്ടിക് ഫാക്ടേഴ്സ്. അബയോട്ടിക് ഫാക്ടേഴ്സിലെ വായു, വെള്ളം, മണ്ണ് തുടങ്ങിയവയൊക്കെ അബയോട്ടിക് ഫാക്ടേഴ്സിനും എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി അടങ്ങിയതാണ് നമ്മുടെ പരിസ്ഥിതി. പരിസ്ഥിതി എന്തൊക്കെയുണ്ട്? ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ നിലനിൽക്കുന്നതാണ് പരിസ്ഥിതി. ജീവനുള്ള ഫാക്ടേഴ്സിനാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ഈ പറഞ്ഞ പ്ലാന്റ്സ്, പ്ലാന്റ്സ്, ദെൻ ട്രീസ്, ഫിഷസ്, വേർംസ്, ഹ്യൂമൻ ബീയിങ്സ് ആർ ദ എക്സാമ്പിൾ ഫോർ ദി ബയോട്ടിക് ഫാക്ടേഴ്സ്. അബയോട്ടിക് ഫാക്ടേഴ്സിലാണ് വാട്ടർ, അതുപോലെ തന്നെ സാൻഡ് വരുന്നത്, എയർ വരുന്നത്, വായു, അല്ലെ. ഇതൊക്കെ എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഡൺ ബൈ എൻവയോൺമെന്റ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്? പരിസ്ഥിതി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് എന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. as we know that environment provides so many resources for us, അല്ലെ. നമുക്കറിയാം ഒരുപാട് റിസോഴ്സസുകൾ ആര് നൽകുന്നുണ്ട്? പരിസ്ഥിതി നൽകുന്നുണ്ട്. ദാറ്റ് മീൻസ് സപ്ലൈസ് റിസോഴ്സസ്. എൻവയോൺമെന്റ് സപ്ലൈസ് റിസോഴ്സസ്. എന്തൊക്കെ റിസോഴ്സുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ മെനി റിസോഴ്സസ് ആർ പ്രൊവൈഡഡ് ബൈ എൻവയോൺമെന്റ്. ഫസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സ് നൽകുന്നുണ്ട്, നോൺ റിന്യൂവബിൾ, അല്ലെ. റിന്യൂവബിൾ ഉണ്ട്, നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ റിസോഴ്സ് എന്താണ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്.
അപ്പൊ അതിൽ നമുക്കറിയാം വാട്ടർ, എയർ, സൺഷെയിൻ അല്ലെ, ഇതൊക്കെ നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന റിസോഴ്സസുകൾ. എന്നും നമുക്ക് സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു അല്ലെ, ഒരുപാട് ഊർജ്ജം ലഭിക്കുന്നു. എയർ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള വായു, ഇതെല്ലാം പ്രകൃതി നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഈ പറഞ്ഞിട്ടുള്ള റിന്യൂവബിൾ റിസോഴ്സസിന് എക്സാമ്പിൾ ആണ്. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കനോട്ട് ബി റീന്യൂവബിൾ, അതായത് റീപ്രൊഡ്യൂസിബിൾ, അങ്ങനെയുള്ള റിസോഴ്സസ്, വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പ്രോഡക്ട്സുകൾ, എസ്പെഷ്യലി മിനറൽ റിസോഴ്സസ്, ദെൻ പെട്രോളിയം അല്ലെ, പെട്രോളിയം പ്രോഡക്ട്സുകൾ, ഇതൊക്കെ എന്താണ്? ദാറ്റ് ദെയർ സപ്ലൈ വിൽ ബി എക്സ്ഹോസ്റ്റഡ് വിത്ത് ദ യൂസ്. നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അല്ലെ, കത്തി കഴിഞ്ഞതാണ്. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. എന്താണ്? നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും നശിക്കാത്ത വസ്തുക്കളാണ്. അപ്പൊ അതാണ് റിന്യൂവബിളും നോൺ. കോൾ, പെട്രോളിയം, മിനറൽസ് ആർ ദ എക്സാമ്പിൾ ഫോർ ദി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെ. അപ്പൊ നോൺ റിന്യൂവബിൾ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള വിഭവങ്ങൾ നൽകുന്നത് ആരാണ്? പരിസ്ഥിതിയാണ്. രണ്ടാമത്തെ കാര്യം പരിസ്ഥിതി ചെയ്യുന്നത് എസിമിലേറ്റ്സ് വേസ്റ്റസ് അല്ലെ. എസിമിലേറ്റ് വേസ്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പാഴ്വസ്തുക്കൾ അല്ലെ, ദഹിപ്പിക്കുന്നു അല്ലെ. എസിമിലേറ്റ്സ് വേസ്റ്റസ്, എസിമിലേറ്റ്സ്. നമുക്കറിയാം നമ്മളിവിടെ വേസ്റ്റുകൾ ഒരുപാട് നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്. കുറേ സാധനങ്ങൾ നമ്മൾ മണ്ണിലാണ് ഇടുന്നത്. ഇതെല്ലാം അവിടെ തന്നെ കിടക്കുകയാണ് എങ്കിലൊന്ന് അവസ്ഥ ചിന്തിച്ചു നോക്കൂ അല്ലെ. ഒരുപാട് അതങ്ങനെ ചീഞ്ഞു, അതായത് കുറേ ദുർഗന്ധം അമിച്ചവിടെ കിടക്കും. പക്ഷേ നമ്മുടെ പരിസ്ഥിതി നമ്മളോട് എത്രത്തോളം അല്ലെ സൗഹാർദ്ദമായിട്ടാണ് അതെല്ലാം ജീർണിപ്പിക്കുക, അതെല്ലാം എന്ത് ചെയ്യുക? സിമുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ വീണ്ടും നല്ല രീതിയിൽ ആക്കുന്നു അല്ലെ. മണ്ണിൽ പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത് മണ്ണായിട്ട് മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെ. അത് പെട്ടെന്ന് കേടുവരുന്നത്, കേടുവരാത്ത പ്ലാസ്റ്റിക് പോലുള്ളതല്ല, അല്ലാത്ത വസ്തുക്കൾ എല്ലാം അതും പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്? ജീർണിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് എസിമുലേറ്റ്സ്. കാരണം എൻവയോൺമെന്റ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് വേസ്റ്റ് അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? എൻവയോൺമെന്റിന് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അത് പിന്നീട് അത് വേസ്റ്റ് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു മെനുവർ അല്ലെ. മെനുവറായിട്ട് അത് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവും മണ്ണിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് സസ്റ്റെയിൻസ് ലൈഫ്. സസ്റ്റെയിൻസ് ലൈഫ് എങ്ങനെയാണ്? സസ്റ്റെയിൻസ് ലൈഫ് നമ്മുടെ ജീവിതം അല്ലെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിക്കും പ്രകൃതിയാണ് അല്ലെ. പ്രകൃതി കനിഞ്ഞ് ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് നൽകുന്നുണ്ട് അല്ലെ. പ്രകൃതിയിൽ അതായത് ഹ്യൂമൻ ലൈഫ് ഈസ് സപ്പോർട്ടഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബൈ ദി ബയോളജിക്കൽ സിസ്റ്റം. ഇവിടെ ഒരു സിസ്റ്റം, എത്രയോ പ്ലാനറ്റ്സുകൾ ഉണ്ട്. പക്ഷെ മനുഷ്യൻ, ജീവജാലങ്ങൾ ഉള്ളത് ഭൂമിയിൽ മാത്രമാണ്. കാരണം ഭൂമിയുടെ സംവിധാനം അങ്ങനെയാണ്. ഈ പരിസ്ഥിതിയുടെ സംവിധാനം എന്താണ്? നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എയർ അല്ലെ, വായു, വളരെ അത്യാവശ്യമായിട്ടുള്ള ഓക്സിജൻ, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? പരിസ്ഥിതിയാണ്. പരിസ്ഥിതിയുടെ ധർമ്മത്തിൽപ്പെട്ടതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രോപ്പ് പ്ലാന്റ്സ് അല്ലെ, എന്താണ് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയ ലാൻഡുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളതാണ് ഓഷ്യാനിക് ഫിഷേഴ്സ് അല്ലെ, മത്സ്യങ്ങൾ. ഇതൊക്കെ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രഷ് എയർ. ദീസ് തിങ്സ് വിച്ച് സസ്റ്റെയിൻസ് അവർ ലൈഫ്, നമ്മുടെ എന്ത് ചെയ്യുന്നു? ജീവിതത്തെ വീണ്ടും ഉള്ളതാക്കിയിട്ട് മാറ്റുന്നു അല്ലെ. അതാണ് എന്ത് പറയുന്നത്? സസ്റ്റെയിൻസ് ലൈഫ് കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല അല്ലെ. വായുവും ഭക്ഷണവും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ താമസിക്കുന്നത്. അതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രകൃതിയാണ് നമുക്ക് ചെയ്തു തരുന്നത്. നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ആസ്തെറ്റിക് സർവീസസ്. എന്താണത്? ആസ്തെറ്റിക് സർവീസസ് എന്ന് പറയുമ്പോൾ പ്രകൃതി നമുക്കൊരു സുന്ദരാനുഭൂതി നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഫ്രം ദി സ്പേസ്, മുകളിൽ നിന്ന് ദ എർത്ത് അപ്പിയേഴ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ അല്ലെ. നമുക്കറിയാം വളരെ ഭംഗിയുള്ളതായിട്ടാണ് ഭൂമിയെ നമുക്ക് കാണാൻ, പച്ച വിരിച്ച നല്ല ഭൂമിയെ നമുക്ക് കാണാൻ സാധിച്ചു അല്ലെ. ശരിക്കും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ
ബ്ലൂ പ്ലാനറ്റ് എന്നാ പറയുന്നത് അല്ലെ, നീല കളർ. നമ്മൾ ഗ്ലോബൊക്കെ കണ്ടിട്ടില്ല, നീല കളറിലാണ് കൂടുതൽ കാണാം അല്ലെ. അപ്പൊ അതറിയാം, നീല കളറാണ് നമുക്ക് കാണുന്നത്. ദ എർത്ത് പ്രൊവൈഡ്സ് ബ്യൂട്ടിഫുൾ ബ്രീത്ത് ടേക്ക് അല്ലെ. നമുക്കറിയാം നല്ല ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പ്രകൃതി നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീനറി, നമ്മളെ സീനറികൾ അല്ലെ, ഇവിടുത്തെ പ്രകൃതി ഭംഗികൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മൗണ്ടെയിൻസ്, റിവേഴ്സ്, ഇതൊക്കെ പ്രകൃതിയിലുണ്ട്. ഇതെല്ലാം കാണാൻ നമുക്ക് വളരെയധികം ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നൽകുന്നത് ആരാണ്? പ്രകൃതിയാണ്. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻവിയോൺമെന്റ്. ഇതൊക്കെയാണ് എൻവിയോൺമെന്റിന്റെ ഫങ്ഷൻസ്. ഇതിന്റെ ബാക്കിയുള്ള ഭാഗത്തിൽ വാട്ട് ആർ ദ എൻവിയോൺമെന്റൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.